ഹായ് വ്യൂവേഴ്സ്, ആർ.ജെ. തേര അവർ ട്രാവൽ പാർട്ട്ണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു നൈറ്റ് ഷോപ്പിംഗ് ആണ്. ഇവിടെ അടുത്തൊരു സ്റ്റുഡിയോ തുടങ്ങിയിട്ടുണ്ട്. നമുക്കപ്പോൾ ആ സ്റ്റുഡിയോയിലോട്ട് ഒന്ന് പോയി നോക്കാം. പിന്നെ ഇതെന്ന് പറയുന്നത് അഹമ്മദ്നഗർ പൂനെ ഹൈവേയിലാണ്. പൂനെക്ക് പോകുന്ന വഴിയിലാണ് ഈ സ്റ്റുഡിയോ. അതാണ് നമ്മൾ സ്റ്റുഡിയോയിൽ അവിടെ എത്താറായി. പുതിയ സ്റ്റുഡിയോയാണ്, ഇത് തുടങ്ങിയതേ ഉള്ളെന്ന് തോന്നുന്നു അഹമ്മദ്നഗറിൽ. ഞാൻ ആദ്യമായിട്ടാണ് സ്റ്റുഡിയോയിൽ പോകുന്നത്. ട്രെൻഡ്സിലൊക്കെ പോയിട്ടുണ്ട്, അതുപോലാണെന്ന് തോന്നുന്നു. ഇവിടെ പോയി നോക്കാം. അപ്പൊ ഈ സ്റ്റുഡിയോയുടെ അടുത്ത് തന്നെ നമുക്കൊരു ബോക്സ് ഓഫീസ് ഉണ്ട്, തിയേറ്റർ ഉണ്ട്, സിനിമ ഓടുന്നുണ്ട്. അവിടെ ഹിന്ദി പടമാണ് ഓടുന്നത്. അപ്പൊ നമ്മൾക്ക് അകത്തോട്ട് കയറി നോക്കാം. രാത്രി 8 മണി ആയായിരുന്നു, 7:30 കഴിഞ്ഞ് 8 മണി ആവാറായായിരുന്നു നമ്മൾ ചെന്നപ്പോഴത്തേക്ക്. നല്ല അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. അകത്തോട്ട് കയറുമ്പോൾ തന്നെ നമുക്ക് ലേഡീസിന്റെ സ്റ്റോറാണ് ആദ്യം കാണുന്നത്. ഫസ്റ്റ് ഗ്രൗണ്ട് ഫ്ലോറിൽ ലേഡീസിന് മാത്രമായിട്ടുള്ളതാണ്. അവിടെ റേറ്റും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഓഫറുകളുണ്ട്. 199 മുതൽ ടോപ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ മോഡേൺ ടോപ്സുകളാണ് കൂടുതലുള്ളത്. ഇത് നൈറ്റ് ഡ്രസ് ആണ്. ഇതെല്ലാം ഇത്തിരിയുടെ വില കൂടിയത് നൈറ്റ് ഡ്രസ്സസ്, പിന്നെ ജീൻസും ടോപ്സും എല്ലാം മോഡേൺ ആയിട്ടുള്ളതാണ്. പിന്നെ ഇവിടുത്തെ ടോപ്പുകളെല്ലാം എന്ന് പറഞ്ഞാൽ ഡീപ്പ് നെക്കാണ്. അപ്പം അതൊക്കെ ഇടാൻ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ നല്ലതാണ് എടുത്താല്. ഇതും സെറ്റായിട്ടുള്ളത് ടോപ്പും ബനിയനുമാണ്, പാൻസും ബനിയനുമാണ്. ഇത് അതുപോലെ കൂടുതലും മോഡേൺ ആയിട്ടുള്ള ഡ്രസ്സുകളാണ്. എന്നാലും നോർമല് ഡെയിലി യൂസിന് പറ്റിയത് കൊണ്ട് ഇവിടുത്തെ റേറ്റ് ഏറ്റവും കൂടുതലെന്ന് പറയുന്നത് മാക്സിമം റേറ്റ് വരുന്നത് 899 ആണെന്ന് തോന്നുന്നു. പിന്നെ ലോവസ്റ്റ് എന്ന് പറയുന്നത് 119 ആണെന്ന് തോന്നുന്നു തുണികൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ അല്ലാതെ നമുക്ക് മേക്കപ്പ് സെറ്റുകളും ലിപ്സ്റ്റിക്കും ലിപ് ബാമും അങ്ങനെ കഴുത്തിടുന്നതും അങ്ങനത്തെ സാധനങ്ങളൊക്കെ കിട്ടും. പിന്നെ ഇവിടെ കുറെ ഫേസ് മാസ്കുകളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ സോക്സുകള്, ക്രഞ്ചീസ്, തലയിൽ കുത്തുന്നത്, മുടിയിൽ കുത്തുന്ന സ്ലൈഡുകൾ, അങ്ങനെയൊക്കെ സംഭവങ്ങൾ. അതൊക്കെ 49, 79 ആ റേറ്റുകളൊക്കെ ഉള്ളൂ. ഇത് താഴെ മൊത്തം ലേഡീസിന്റെ ആണ്. ഇത് നമുക്ക് ഫേസ് ഷീറ്റ് മാസ്ക് ആണ്, ഹൈലൂറോണിക് ആസിഡിന്റെ. അങ്ങനെ പല പല മാസ്കുകൾ അവിടെ വെച്ചിട്ടുണ്ട്, മുഖത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇത് പിന്നെ ഫസ്റ്റ് ഫ്ലോറിലാണ് സ്റ്റുഡിയോയുടെ. അവിടെയാണ് ബോയ്സിനും ജെൻസിനും ആയിട്ടുള്ളതെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. അവിടെ വില എല്ലായിടും വില കുറവുണ്ട്. 199 മുതലൊക്കെയാണ് തുണികൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. 149 പിള്ളേരുടെ ഡ്രസ്സസ് ആണ്. പിന്നെ നമുക്ക് ഇവിടെ ഈ പെർഫ്യൂംസ് ഒക്കെ ആണെങ്കിലും നമുക്ക് എടുത്ത് ചെക്ക് ചെയ്യാൻ നോക്കിയിട്ട് ഒരു സാമ്പിൾ വെച്ചിട്ടുണ്ട്. ഹബി എടുത്ത് അതിന്റെ സാമ്പിൾ നോക്കി അതിന്റെ മണമൊക്കെ നോക്കുന്നുണ്ട്. നമ്മള് കുറച്ച് എല്ലാവർക്കും ഓരോ ഡ്രസ്സ് മാത്രം എടുത്തതേ ഉള്ളൂ, അങ്ങനെ അധികം ഒന്നും എടുത്തില്ല. ജസ്റ്റ് ഒന്ന് പോയി നോക്കിയത് എങ്ങനെയുണ്ടെന്നറിയാം. ഞാൻ ഇതുവരെ കയറാത്തോണ്ട് ഒന്ന് കയറി നോക്കിയതാ. പിന്നെ ജെൻസിനാണെങ്കിൽ എല്ലാം സൈസ് അവൈലബിൾ ആയിട്ടുള്ള ഷൂസ് ഒക്കെ കിട്ടുന്നുണ്ട്. പക്ഷെ അങ്കിത്തിന്റെ അവിടെ സൈസിനുള്ളതില്ല, കുറച്ചുകൂടെ വലിയ പിള്ളേർക്കുള്ളതൊക്കെയാണ് ഉള്ളത്. പിന്നെ ഡ്രസ്സസിന്റെ റേറ്റ് എല്ലാം നമുക്ക് അഫോർഡബിൾ ആണ്. 290 മുതൽ 199, 299, 399 ആ റേറ്റിലാണ് എല്ലാ ഡ്രസ്സസും ഉള്ളത്. ഞാനും പിന്നെ അവിടെ നിന്ന് ഒരു സാൻഡിൽ എടുത്തായിരുന്നു 399 റുപ്പീസിന്റെ. അങ്ങനെ കുഴപ്പമില്ല, വിലക്കുറവുണ്ട്. നമുക്ക് നോർമലായിട്ട് പോകുന്ന അഡ്ജസ്റ്റ് ചെയ്ത് വാങ്ങിക്കാൻ പറ്റുന്ന എല്ലാം കിട്ടും അവിടെ. അത്യാവശ്യം 2000 രൂപയും കൊണ്ടൊക്കെ പോയാൽ നമുക്ക് അത്യാവശ്യം നല്ല ഡ്രസ്സസ് എടുത്തുകൊണ്ട് വരാൻ പറ്റും. പക്ഷെ കുറച്ച് ക്വാളിറ്റി ഒക്കെ ഉണ്ട്, നല്ലതാണ്. അപ്പം എല്ലാരും ഉണ്ടെങ്കിൽ ഈ സ്റ്റുഡിയോയിലൊക്കെ ഒന്ന് പോയി നോക്കണം. ഞാൻ ആദ്യമായിട്ടാ പോകുന്നത്. അങ്ങനെ നമ്മൾ അവിടുന്ന് കുറെ ഡ്രസ്സൊക്കെ എടുത്തിട്ട് ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് ഗ്രൗണ്ട് ഫ്ലോറിലോട്ട് പോവാണ്. അതിനകത്ത് ലിഫ്റ്റ് ഉണ്ടായിരുന്നു, നമ്മൾ ലിഫ്റ്റിൽ കയറി.
ഹസ്ബൻഡ് താഴെ സ്റ്റെപ്പ് വഴി വന്ന് എന്നിട്ട് നമ്മള് താഴെ പോയി ബില്ലൊക്കെ അടിച്ചു. അവിടെ ലേഡീസിന് ഇഷ്ടംപോലെ കളക്ഷൻസ് ഉണ്ട്. ഷൂസിനായാലും ചെരുപ്പിനായാലും എല്ലാം. അങ്ങനെ നമ്മള് ബില്ലൊക്കെ പേ ചെയ്തിട്ട് നമ്മൾ അവിടുന്ന് ഇറങ്ങി. അപ്പൊ ഇറങ്ങിയപ്പോഴത്തേക്ക് 9:30 ആയി. അത് ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് തുടങ്ങിയിരുന്നു. കട അടയ്ക്കാൻ ഉള്ള തയ്യാറെടുപ്പൊക്കെയാണ് നമുക്കടെ. അങ്ങനെ നമ്മൾ ഇറങ്ങിയപ്പോഴത്തേക്ക് ലൈറ്റൊക്കെ അണച്ചു തുടങ്ങി. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി പോരുന്നു. ഇവിടെ പുറത്ത് നിന്നവര് കയറാൻ ചെന്നതാ, പക്ഷെ അവര് കയറ്റി വിട്ടില്ല അകത്തോട്ട്, സമയം കഴിഞ്ഞെന്നും പറഞ്ഞു വിട്ട്. അങ്ങനെ കടയിൽ നിന്നൊക്കെ ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവർക്കും വിശപ്പിന്റെ വിളി വന്നു. അന്നേരം പിന്നെ നീ വിശക്കുന്നെങ്കിൽ കഴിക്കാതെ വീട്ടിൽ പോകത്തില്ലെന്നും പറഞ്ഞു നിന്ന്. അങ്ങനെ നമ്മൾ പിന്നെ അടുത്തൊരു കടയിൽ കയറി ഫുഡൊക്കെ കഴിച്ചിട്ടാണ് നമ്മൾ വീട്ടിലോട്ട് വന്നത്. അങ്ങനെ ഫുഡ് കഴിക്കാൻ കട തപ്പിയപ്പോൾ ആദ്യം കണ്ടത് ഒരു ചൈനീസ് ഫാമിലി റെസ്റ്റോറന്റ് ആയിരുന്നു. എന്നാ പിന്നെ നൂഡിൽസ് എങ്കിൽ നൂഡിൽസ് എന്ന് പറഞ്ഞ് അവിടെ കയറി. അപ്പൊ അങ്ങനെ അതെല്ലാത്തിന്റെ റേറ്റ് ഒക്കെ നോക്കി. നോൺ വെജ് ഉണ്ട്, നോൺ വെജ് റൈസ്, വെജ് നൂഡിൽസ്, നോൺ വെജ് നൂഡിൽസ് എല്ലാം ഉണ്ട്. അപ്പൊ നമ്മൾ ഒരു നൂഡിൽസും ഒരു ബിരിയാണിയും പറഞ്ഞ് അങ്ങനെ നമ്മൾ എല്ലാവരും കൂടെ ഷെയർ ചെയ്ത് കഴിച്ചു. ഓരോരുത്തർക്കും ഓരോന്നും വാങ്ങിച്ചത് വേസ്റ്റ് ആവും, എല്ലാരും മൊത്തം കഴിക്കത്തില്ല. അപ്പം വിശപ്പാണെങ്കിലും കുറേശ്ശെ എല്ലാരും കഴിക്കത്തുള്ളൂ. അതുകൊണ്ട് നമ്മള് അങ്ങനെ കഴിക്കാന്ന് വിചാരിച്ച്. ഫുഡ് പെട്ടെന്ന് തന്നെ അവര് ചൂടോടെ ഉണ്ടാക്കി തന്ന്. ടേസ്റ്റ് ഉണ്ടായിരുന്നു, പക്ഷെ എരിവും ഉണ്ടായിരുന്നു നല്ലത്. അതുകൊണ്ട് വിശപ്പുണ്ടായതുകൊണ്ട് എരിവൊന്നും അറിഞ്ഞില്ല, എല്ലാരും പെട്ടെന്ന് തന്നെ കഴിച്ചു തീർത്ത്. ഫുഡ് കുഴപ്പമില്ലായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് അവിടെ ഇറങ്ങി. നമ്മൾ ആ കയറിയ സ്റ്റുഡിയോയുടെ തൊട്ടടുത്ത് തന്നെ ആയിരുന്നു നമ്മളൊക്കെ ഫുഡ് കഴിക്കാൻ കയറിയ കടയും. നമ്മൾ മുന്നോട്ട് നോക്കി കട നോക്കി പോയിരുന്നു, പക്ഷെ പെട്ടെന്നാണ് പിന്നെ ഇത് കണ്ടത്. പിന്നെ അവിടെ തന്നെ നിർത്തി, പെട്ടെന്ന് കഴിച്ചിട്ട് പോവാന്നും പറഞ്ഞ് അങ്ങനെ നമ്മൾ കഴിച്ചിട്ട് ഇറങ്ങി. ഇതാണ് ഞാൻ സ്റ്റുഡിയോന്ന് വാങ്ങിയ ചപ്പല്. ഇത് നല്ലതാണ്, ഇട്ട് നടക്കാനൊക്കെ കംഫർട്ടബിൾ ആണ്. അപ്പം നമ്മൾ ഫുഡ് കഴിച്ചിട്ട് വീട്ടിലോട്ട് പോരുന്നു. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.